സിമ്പിളും ക്യൂട്ടായിട്ട് ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്കും പഴയതൊക്കെ നിങ്ങളുടെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേജസ് ഇതുപോലെ കീറിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് 4ആയിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു സൈസിലാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിലും ചെറുത് വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാട്ടെ. നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ എഡ്ജസ് എല്ലാം നമ്മൾ നല്ല രീതിക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ പേപ്പർ ക്ലിപ്സ് വെച്ചില്ലേ, അതിൻ്റെ ഒരു വശത്ത് നമുക്കിത് ഇതുപോലെ ഫെവിക്കോൾ കുറച്ചധികം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഉണങ്ങി കിട്ടാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ 2 കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്കിൻ്റെ ചട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്ട ഉണ്ടാക്കാൻ ആദ്യം ഒരു ചെറിയ ചാർട്ട് പേപ്പർ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഫെവിക്കോൾ തേക്കാം. എന്നിട്ട് നമ്മളിതുപോലെ 3 പീസ് നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നോട്ടിൻ്റെ 1 സെൻറ്റിമീറ്റർ കൂട്ടി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളത് ഒട്ടിച്ച് കൊടുത്തു. ഇനി വേറൊരു പേപ്പറിലോട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നോർമൽ ചാർട്ട് പേപ്പറിലാണ് കവർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബുക്ക് നോർമൽ പൊതിയുന്ന പോലെ തന്നെ അത് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കുറച്ചും കൂടെ എല്ലാം പറയുന്നതാണ് ഗൈസ്. ഞാൻ അതിനകത്തോട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ബുക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം ഫെവിക്കോൾ ഇതാക്കണം, അല്ലെങ്കിൽ ആ പേജ് ഇങ്ങോട്ട് കീറിപ്പോകും കേട്ടോ. ഇനി നമ്മൾ ബുക്ക് ഒട്ടിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ക്യൂട്ട് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒരു പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളിൽ പെയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി അതിനകത്തോട്ട് ഞാൻ നടുക്കൊരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. കാരണം അപ്പോൾ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത സ്റ്റിക്കറാണ് കേട്ടോ. നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതി നോക്കാം ഗൈസ്. ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അടിപൊളിയല്ലേ? അതിന് സബ്സ്ക്രൈബ്